ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നേ ദിവസം നമ്മൾ രാവിലെ തന്നെ സുബഹി നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ട തന്നെ റോസ് ഫ്ലവർ ഇങ്ങനെ വിരിഞ്ഞ് സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഫേവറേറ്റ് പൂവാണ് ഇട്ടത്. അപ്പോൾ ഞാൻ കുറച്ച് പൂക്കളൊക്കെ പറിച്ചെടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നോ രണ്ടോ എനിക്ക് എന്തായാലും ഞാനിതിങ്ങനെ വിരിഞ്ഞിരിക്കുമ്പോൾ ഇങ്ങനെ പറിച്ചിട്ടോ. അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ കിച്ചണിൽ കയറിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ദോശ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് റെഡിയാക്കി. ദോശൻ്റെ കൂടെ ചമ്മന്തിയാണ് കേട്ടോ. ചമ്മന്തിക്ക് നമ്മൾ സവാള, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളകും പൊടി, നമ്മളെ എന്താ പറയുക തക്കാളിപ്പഴം ഒന്നും ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തേങ്ങയും കൂടി ഒന്ന് ചുട്ടെടുത്തിട്ട് നമ്മൾ മുമ്പ് റെസിപ്പി ചെയ്തതുകൊണ്ട് ഞാനിതിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കിയെടുത്ത തേങ്ങ വെച്ചിട്ടൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് എല്ലാം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടൊരു ചമ്മന്തി കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനലി 2 ഡ്രോപ്സ് നമ്മളെ വിനീഗറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ കൊത്തി അരിഞ്ഞിട്ടുള്ള തേങ്ങയല്ലേ അത് വെച്ചിട്ടാണ് ഇതൊന്ന് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ നമ്മളെ ചട്നി അതായത് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒന്ന് വറവിടാം, മറ്റേ ആ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ കുക്കൂന് മദ്രസയിൽ പോകാനായിട്ട് ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കലുണ്ട്. സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് മദ്രസയും സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കും കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചോറും കറിയും ഒക്കെ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കുട്ടികൾ കുക്കൊക്കെ പോയതിന് ശേഷം ഞാനും ഉമ്മയും കൂടി ഫുഡ് കഴിക്കാം കേട്ടോ. ചട്നിയും ദോശയൊക്കെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയേ ഉള്ളൂ. പിന്നെ ഇനി നമുക്ക് ചോറിന് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിൽക്ക് ചായ കുടിച്ചതിന് ശേഷം നമ്മൾ അരി ഇടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. കുഞ്ഞു എണീറ്റിട്ടില്ല, ഓനൊന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ ഉമ്മ കിച്ചണിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്ന് വെള്ളരിക്ക വെച്ചിട്ട് അടിപൊളിയൊരു മോരുകറി റെഡിയാക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളരി ഇതുപോലെ ഉമ്മ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ചിക്കനും കൂടി ഉണ്ട്. ചിക്കൻ ഇതുപോലെ ഒന്ന് വരട്ടിയിട്ട് വെക്കാമെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് വന്ന ബാലൻസ് തന്നെയാണ് നമ്മൾ രാത്രിയും കൂടി എടുക്കുക കേട്ടോ. ചോറ് നമ്മൾ ഉച്ചക്ക് വൈകുന്നേരത്തിന് റെഡിയാക്കി എടുക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കുള്ള ചിക്കൻ ടിഫിൻ ബോക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ഉച്ചക്കലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മസാല റെഡിയാക്കി എടുക്കാം കേട്ടോ. അധികം ഗ്രേവിയൊന്നും ഇല്ലാതെ തിക്നെസ്സോട് കൂടിയിട്ടുള്ള അടിപൊളി ചിക്കൻ മസാലയാണ് ഇട്ടത്. പിന്നെ നമ്മളെ ഇതുപോലെ ടിഫിന് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തതും കൂടി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ടിഫിൻ ബോക്സ് ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്ക് മദ്രസയ്ക്ക് വരാനായിട്ടുണ്ട് കേട്ടോ. 9 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ കുഞ്ഞൂനും കുക്കൂനുമുള്ള ഫുഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചമ്മന്തിയും കൂടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അധികം എരിവൊന്നും ഇടാതെ കുറച്ച് പുളിയും ഉപ്പും മുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് തേങ്ങയും കൂടി ചുടുക എന്ന് പറഞ്ഞാൽ അടുപ്പിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ ഉണ്ടാവും. അധികം എരിവൊന്നും വേണ്ട കേട്ടോ. ഉണക്കമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കുറച്ച് മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ അപ്പോൾ നമ്മളെ അടിപൊളി നാടൻ ചമ്മന്തിയും ചിക്കനും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ടിഫിൻ ബോക്സ് ഇവിടെ ഫില്ലായിട്ടുണ്ട്.
ഇപ്പോൾ ടൈം 9:30 ആവാറായിട്ടുണ്ട് കേട്ടോ. കുക്കുവിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, കുക്കു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കുവിനും കുഞ്ഞുവിനുള്ള ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കി സെറ്റാക്കി ടേബിളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാഗിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം. പിന്നെ ഓൽക്കുള്ള ഫുഡ് കൊടുക്കണം. കഞ്ഞിയാണ് കേട്ടോ. സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് കഞ്ഞിയാണ്. അപ്പോൾ ഞാൻ കഞ്ഞിയൊക്കെ ഇതുപോലെ ഉമ്മ അവിടെ കുട്ടികൾക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ബാഗൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ബുക്സൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലത്തെ തിരക്ക് ഇതൊക്കെയാണ് കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ബിസി അല്ലേക്കും എല്ലാവർക്കും. അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെയൊക്കെ റെഡിയാക്കി നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് പിറ്റേ ദിവസം നമ്മൾ റെഡിയാക്കാനുള്ള ഐറ്റംസൊക്കെ ഫ്രിഡ്ജിലൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ തന്നെ തീരും കേട്ടോ. നമ്മൾ ഒറ്റക്കൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളെ കുക്കും കുഞ്ഞൊക്കെ റെഡി ആയിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് ഇതാ കുക്ക് പോയിട്ടുണ്ട്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുവിനെയും കൂടി ഒന്ന് കൊണ്ടുവിടാനൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ കുഞ്ഞു ഇതാ അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോവാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ ആയിട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് പോകാനൊക്കെ സ്റ്റാർട്ടിങ്ങിലൊന്നും കുഴപ്പമില്ല. ഇനി അപ്പോൾ എനിക്ക് ഓൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട്, എന്നാലും വലിയൊരു തെളിവൊന്നും മുഖത്തിനില്ല കേട്ടോ. ഒന്നൊന്ന് റെഡിയായി കിട്ടാനുണ്ട്. കുട്ടികൾ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി സെറ്റായിട്ടുണ്ട്, സ്കൂളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ലഡു മിഠായിയൊക്കെ കിട്ടിയിട്ടുണ്ടായിന് അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്കൂൾ ഡേ റൂട്ടീൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പീസൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മളെ വീട്ടിലെന്താണോ റെഡി ആക്കുന്നത് നമ്മൾ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്നൊക്കെ വിശ്വസിക്കാം കേട്ടോ. ഗിഫ്റ്റ് നോക്കട്ടെ. നമ്മളിപ്പോൾ പോവും. ഇതിലെന്താ ടെൻഷനായിന് കേട്ടോ. എങ്ങനെ വീട്ടിലെത്തുന്നില്ലേ. പിന്നെ ബുക്സും പെൻസിലും കളർ ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായി കേട്ടോ. പിന്നെ ഇന്ന് നേരത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മളെ വീട്ടിലെത്തിയതിന് ശേഷം പെട്ടെന്ന് തന്നെ ആ ഒരു കളർ ബുക്കിൽ ഓന് കളറ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. നാളെ നേരത്തെ തന്നെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് കളർ കൊടുക്കാൻ കേട്ടോ ബുക്സൊക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ തന്നെയാണ്. മെയിനായിട്ട് റെസിപ്പീസൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.